എൻ്റെ കൂടെ ഉള്ളത് തുഫയിലാണ്, ജേർണലിസ്റ്റാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സീനിയർ ഡൽഹിയിലായിരുന്നു, ഇപ്പം നാട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലുള്ള റിലീജിയസ് ആയിട്ടും കാസ്റ്റായിട്ടും വോട്ടുകളുടെ തിരിച്ചിൽ, അതായത് അതിൻ്റെ വേണം നമുക്ക് സ്വിങ് വോട്ട്സ് എന്ന് വേണേൽ പറയാം. കാരണം ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു കാൻഡിഡേറ്റ് ജയിക്കുക തോൽക്കുക, കാൻഡിഡേറ്റിനെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, ഇതൊക്കെ അടിസ്ഥാനപരമായി ഇതൊക്കെ ഫാക്ടർ ചെയ്തിട്ടാണ് പ്രധാനപ്പെട്ട ഫാക്ടറാണ്. തുഫേലിനോട് ആദ്യത്തെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, തുഫേൽ, ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾ ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് എനിക്കും എക്സ്പീരിയൻസ് ഉണ്ട്, നിനക്കും എക്സ്പീരിയൻസ് ഉണ്ട്, ഈ മുസ്ലിം വോട്ടുകൾ LDF കിട്ടിയിട്ടില്ല. അതായത് ഞാൻ ഈ പറയുന്ന മുസ്ലിം എന്ന് പറയുക കംപ്ലീറ്റ് നമ്പർ ഓഫ് മുസ്ലിംസ് എന്നല്ല. പക്ഷെ ഇൻഡിപെൻഡൻറ്റ് വ്യൂവിൽ LDF കിട്ടുന്ന, CPM കിട്ടുന്ന ഒരു മുസ്ലിം വോട്ട്സ് ഉണ്ട്, വോട്ടിംഗ് ഷെയർ ഉണ്ട്. അതെന്തുകൊണ്ടാണ് ഈ പറയുന്ന മുസ്ലിംസ് ഇത്രമാത്രം ലെഫ്റ്റിന് എതിരായിട്ട് വോട്ട് ചെയ്യാൻ കാരണമെന്ന്? നമസ്കാരം സർ. ഇത് ഇപ്പൊ കേരളം സത്യത്തില് കേരള പൊളിറ്റിക്സ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു ഷോക്കിംഗ് ഫാക്ടർ ഇത് തന്നെയായിരുന്നു. ഞാനത് നോക്കുമ്പോൾ പറയുവാണെങ്കിൽ, ഇപ്പൊ UDF തന്നെ വലിയൊരു മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് ഒരു സെലിംകുമാർ മറ്റൊരു സിനിമയിൽ പറയുന്ന പോലെ ഇത് എനിക്ക് വട്ടായതാണോ നാട്ടുകാർക്ക് മുഴുവൻ വട്ടായതാണോ എന്നുള്ള രീതിയിൽ UDF പോലും ഇത്രയും വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പില്. അതുപോലെ LDFും ഈ പറയുന്ന പോലെ ഇങ്ങനൊരു തിരിച്ചടി ഉണ്ടാവുമെന്ന് അവരും പ്രതീക്ഷയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരൊരു കോൺഫിഡന്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ മുസ്ലിം കൺസോൾട്ടേഷൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഫാക്ടറായിട്ട് മാറി. അതെങ്ങനെ അത് ഒരു അണ്ടർ കറന്റ് അതിൽ പോരുന്നുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. രണ്ട് പാർട്ടികളും രണ്ട് മുന്നണികളും നോക്കിക്കണ്ടിരുന്നോ ഇല്ലേ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അവർ ചെയ്തിരുന്നുള്ളൂ. പക്ഷെ അതൊരു ഭയങ്കര അടിയൊഴുക്കായിട്ട് നടന്നു എന്നുള്ളതാണ് വാസ്തവം. അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാനൊരു കാരണം എപ്പോഴും കോൺഗ്രസ്സുകാരും ഒക്കെ പറയുന്നൊരു സംഭവമുണ്ട്. അതായത് പിണറായി വിജയനും BJPയുമായിട്ട് ഒരു അൺഹോളി റിലേഷൻ, CPMും BJPയുമായിട്ട് അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ്. അപ്പം ചില ഫാക്ടേഴ്സ് ഇവർ പ്രത്യക്ഷത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് പിണറായി വിജയനെതിരെ സെൻട്രൽ ഏജൻസി പല കേസുകൾ അന്വേഷിക്കുന്നു. ഈ കേസുകളിലൊന്നും പിണറായി വിജയൻ എവിടെയും വരുന്നില്ല. എന്നാൽ ഈ സ്വപ്ന സുരേഷിൻ്റെ കേസാണെങ്കിലും മറ്റു പല കേസുകളാണെങ്കിലും ഡയറക്റ്റായിട്ട് ഇംപ്ലീഡ് ചെയ്തേക്കുവാണ് CMന്റെ ഓഫീസിൽ. നമ്മളൊരു ഇപ്പം ശിവശങ്കർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹം 2 പ്രാവശ്യം ജയിലിലായി. അപ്പം മുഖ്യമന്ത്രി അറിയാതെ ഇതേപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇതേപോലെയുള്ള ആക്ടിവിറ്റീസിന് എങ്ങനെ ഇൻവോൾവ് ആകും ചോദ്യമാണ്. അതേപോലെ തന്നെ മറ്റു പല കേസുകളുണ്ട്. ഇതിനകത്തൊക്കെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി മോദിയുമായിട്ടുള്ള ബന്ധം, അവരുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ്, അതേപോലെ ഇതൊരു സംഭവം എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ അത് ഇഷ്യൂ ഉണ്ടായോ ഇല്ലയോ? കാരണം എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണിത്. കാരണം പല CPMന്റെ നേതാക്കളും പല ആൾക്കാരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഇത് പറയുന്നുണ്ട്. അതായത് ഇന്ന് വരെ ഇന്ത്യൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ഒറ്റ കാര്യം പറഞ്ഞിട്ടില്ല. നാഷണൽ ഇഷ്യൂ ആണെങ്കിലും ഇൻ്റർനാഷണൽ ഇഷ്യൂ ആണോ ഒറ്റ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പം ഇതൊരു ഇഷ്യൂ ആണോ അല്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും അത് വലിയൊരു ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടത്. നമ്മൾ വിചാരിച്ചത് ഒരു ആന്റി മുസ്ലിം കൺസോളിഡേഷൻ കേരളത്തിൽ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞൊരു ചിറ്റാറ്റിൽ സാറടുത്ത് പറഞ്ഞല്ലോ, അതായത് കാസ പോലെയുള്ള സംഘടനകൾ എമർജ് ചെയ്ത് വരുന്നു, വെള്ളാപ്പള്ളിയുടെയൊക്കെ ഭാഗത്ത് നിന്ന് മുസ്ലിം ലീഗിനെതിരെന്ന മുസ്ലിങ്ങൾക്കെതിരെ മൊത്തമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നു. അപ്പോൾ ഒരു ആന്റി ഇസ്ലാമോഫോബിയ കേരളത്തിൽ വർദ്ധിക്കുന്നു എന്ന രീതിയിലുള്ള വലിയ പ്രചാരണങ്ങൾ വരുന്നു. അപ്പം എല്ലാവരും വിചാരിക്കുന്ന ഒരു ആന്റി ഇസ്ലാം അല്ലെങ്കിൽ ആന്റി മുസ്ലിം കൺസോൾട്ടേഷൻ ആണ് കേരളത്തിൽ വരിക എന്നുള്ളത്. അതിൽ ക്രിസ്ത്യൻസും ഹിന്ദുസും എല്ലാം ജോയിൻ ചെയ്തുകൊണ്ട് വരും BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കും. ആ ഒരു രീതിയിലാണ് എല്ലാവരും പിക്ചർ കണ്ടത്. പക്ഷെ
ഇത് നേരെ തിരിച്ചാണ്. അത്തരത്തിലൊരു കൺസോൾട്ടേഷൻ കേരളത്തിൽ ഉണ്ടായതേ ഇല്ല. കേരളം വളരെ വലിയ രീതിയിൽ മതേതരമായിട്ട് തന്നെ ചിന്തിച്ചു. എന്നാൽ അതേസമയം മുസ്ലിംസിന്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് വർക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് അത് ഒത്തിരി ഡീപ്പായി ചേർന്ന് സംസാരിക്കും. കാരണം അതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായ ഒരു സാധനമല്ല. അല്ലെങ്കിൽ ഇലക്ഷനോട് അടുപ്പിച്ചുള്ള 1-2 സംഭവ വികാസങ്ങൾ കണ്ടോ, കേവലമായിട്ടുള്ള വെള്ളാപ്പള്ളിയുടെ ഒരു പ്രസ്താവനകൾ കൊണ്ടോ, അതിനോട് LDF പിന്നെ വെച്ചിട്ടുള്ള ഒരു സമീപനം കൊണ്ടോ, അങ്ങനെ ഒരു 1-2 ഇഷ്യൂ കൊണ്ട് പറയുന്ന, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള ഉപരിപ്ലവമായിട്ട് നോക്കി കാണാൻ പറ്റുന്ന ഒരു സംഗതിയല്ല ഇത്. അതിന്റെ പിന്നിൽ ഒരു 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 പ്രോസസ്സ് നടന്നിട്ടുണ്ട്. അത് കുറച്ച് ഡീപ്പായിട്ട് പറഞ്ഞാലേ എനിക്ക് തോന്നുന്നു ഉൾക്കൊള്ളാൻ പറ്റൂ എന്നുള്ളത്. പക്ഷെ അത് സംഭവം അതൊരു വാസ്തവമാണ്. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന സമസ്ത, ഒരു ഭാഗത്തെ കാന്തപുരം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മുസ്ലിം സുന്നി ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്നത്. ഇവരുമായിട്ടൊക്കെ പിണറായി വിജയന് പേഴ്സണൽ ബന്ധങ്ങളുമുണ്ട്. ഇതൊന്നും വർക്കൗട്ട് ചെയ്തിട്ടില്ല എന്നാണ് നീ പറയുന്നത്? ഒരിക്കലും വർക്കൗട്ട് ചെയ്തിട്ടില്ല. ചെയ്യാനും പോകുന്നില്ല. അതെന്താ? അടുത്ത തെരഞ്ഞെടുപ്പിലും അത് ചെയ്യാൻ പോകുന്നില്ല. അപ്പം തുഫേൽ ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന കേരളത്തിലെ CPM വോട്ട് ചെയ്യുന്ന, അതായത് ഒരു നിഷ്പക്ഷമതികളായ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവര് അവര് ഷിഫ്റ്റ് ചെയ്തു എന്നാണോ പറയുന്നത്? ഡെഫിനറ്റ്ലി സർ, ഡെഫിനറ്റ്ലി ഷിഫ്റ്റ് ചെയ്തു. മാത്രമല്ല, അതൊരു ഒരു 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 ഷോർട്ട് ടേം സംഭവം അല്ല, വളരെ ലോങ് ടേം ആയിട്ട് ഉള്ള ഒരു ഷിഫ്റ്റ് ആണ് അത് വന്നിട്ടുള്ളത്. അതിനകത്ത് ജമാഅത്ത് ഇസ്ലാമിക, വരണമെങ്കിൽ അതിനകത്ത് ജമാഅത്ത് ഇസ്ലാം തീർച്ചയായിട്ടും വലിയൊരു റോളുണ്ട്. ഇതൊരു ഷോർട്ട് ടേം പൊളിറ്റിക്കൽ സംഭവങ്ങളിലൂടെ, അല്ലെങ്കിൽ ഒന്ന് രണ്ട് പ്രസ്താവനകളിലൂടെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്താ പറയുക, കോസ്മെറ്റിക് സർജറികളിലൂടെ മാറ്റാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ഇത് വലിയ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇതിനെതിരിൽ ഒരു കൗണ്ടർ പൊളിറ്റിക്കൽ പ്രൊജക്ട് ഉണ്ടാവുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ ഒരു സംശയമാണ്. എന്തുകൊണ്ടാണ് CPM എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി നേരത്തെ മുൻകാലങ്ങളിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തുള്ള പല സ്ത്രീകളെ അടിച്ചൊതുക്കുന്ന സംഭവങ്ങൾ, ഇതിനൊക്കെ വലിയ ശക്തമായ രീതിയിൽ പ്രതികരിക്കുമായിരുന്നു ഒരു സമയത്ത്? ഞാൻ ഇപ്പോഴത്തെ കാര്യം നേരത്തെ ഒരു സമയത്ത്. പക്ഷെ ആ സമയത്ത് പോലും CPM സപ്പോർട്ട് ചെയ്യുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അവരെ നമ്മൾ ആധുനികതയെന്നോ മോഡറേറ്റ്സ് എന്നോ പല രീതിയിൽ പറയാം. യു ഗോട്ട് മൈ പോയിന്റ്. പക്ഷെ അവരുടെ പോലും സപ്പോർട്ട് എന്താ പോയത്? അയ്യോ സർ, ഇത് എങ്ങനെയാണ് സാർ പറയുന്ന എല്ലാ പോയിന്റ്സും വാസ്തവമാണ്. പക്ഷെ അത് ഞാൻ പറയാം, അത് ഇപ്പൊ നമ്മൾ മുന്നിൽ കാണുന്ന 1-2 സ്റ്റേറ്റ്മെന്റുകളുടെയോ അല്ലെങ്കിൽ 1-2 പൊളിറ്റിക്കൽ ഇവന്റ്സിന്റെയോ പിറകെ നിന്നുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമാണ്. അത് വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണത്. അതേ പറഞ്ഞത്, അതിനൊരു ചേഞ്ച് വരുത്തണമെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോസ്മെറ്റിക് സർജറി കൊണ്ട് നടക്കുകയില്ല. അതൊരു പൊളിറ്റിക്കൽ പ്രൊജക്ട് വഴി വന്ന സംഗതിയാണ്. ഒരു പൊളിറ്റിക്കൽ പ്രൊജക്ട് വഴി അതിനി മാറ്റാനും കഴിയുള്ളൂ. അടുത്ത ഇലക്ഷനിൽ ഈ പറഞ്ഞ പോലെ ഇതേ പോക്ക് പോവുകയാണെങ്കിൽ, ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് വരുന്ന UDF ആണ് എന്നുള്ളത് നമ്മൾ കാണുന്നില്ല. അതിലോട്ട് ടോപ്പിക്കിലോട്ട് അല്ല, അതിന്റെ ഒരു മറ്റൊരു ഭാഗമുണ്ട്. ഉറപ്പായിട്ടും കഴിഞ്ഞ 20 വർഷം മുമ്പുള്ള കേരളത്തിലെ മുസ്ലിങ്ങളല്ല ഇന്നുള്ളത്. നമ്മൾ പുതിയ തലമുറ എടുക്കുവാണെങ്കിൽ മനസ്സിലായില്ലയോ? അപ്പൊ അതിൻ്റെ മാറ്റം ഉണ്ടായിട്ടുള്ള കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾക്ക് അകത്ത്, അതായത് സ്ത്രീകളുടെ അകത്ത് എഡ്യൂക്കേറ്റഡ് ആണ് ഇപ്പോഴ്. നമ്മൾ 2 രീതി നോക്കണം, 2 വശം നോക്കണം. അവർ എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് ലോകത്തെ പറ്റി അറിയാൻ ഡിജിറ്റലാണ്, അവർ കുറച്ചും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരിലെ മോഡേണിസം അതിനേക്കാളും അഡ്വാൻസ്ഡ് ആണ്. അവർക്ക് എന്താണ് ക്യാപിറ്റൽ ലോകം, കമ്മ്യൂണിസ്റ്റ് ലോകം, അതിനെപ്പറ്റിയും അറിയുക. ലിസൺ ദാറ്റ്സ് എ വെരി ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പം ഇങ്ങനെ ആ പെൺകുട്ടികൾ പോലും, അവര് പോലും CPM വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അപ്പൊ എന്താണ് ഷിഫ്റ്റ് ഉണ്ടായത്? ഇത് ഒരു സയന്റിഫിക് സ്റ്റഡി അല്ല, സോഷ്യോളജിക്കൽ സ്റ്റഡി അല്ലേ ഇത്? എന്താണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് നടന്നത്? അത് സാറ് പറഞ്ഞ പോലെ അതിൽ ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ വലിയൊരു റോളുണ്ട്, പൊളിറ്റിക്കൽ ഇസ്ലാമിന് വലിയൊരു റോളുണ്ട്, ഐഡന്റിറ്റി പൊളിറ്റിക്സിന് വലിയൊരു റോളുണ്ട്, മുസ്ലിംസിന്റെ ചേഞ്ചിങ് ക്ലാസ് ക്യാരക്ടറിന് വലിയൊരു റോളുണ്ട്. അപ്പം മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ്. അതുപോലെ ഇടതുപക്ഷത്തിന്
പിന്നെ ഇതിനെ യഥാർത്ഥ രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല. ലെഫ്റ്റിന് സ്വാഭാവികമായിട്ടും ചില അപജയങ്ങൾ ഉണ്ടാവും, അതിന്റെ ഭാഗമായിട്ട് സംഭവിച്ച ചില അപജയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ലെഫ്റ്റ് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല. അതൊരു ഫാക്ടറാണ്. UDF ഇതിനെ വളരെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ, ഇലക്ട്രൽ ഗെയിംസിന് വേണ്ടി അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിച്ചു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അത്തരത്തിലൊരു നിലപാടാണ് സ്വീകരിച്ചത്. മുസ്ലിം ലീഗ് നേരത്തെ ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാർട്ടി ഇതിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു സമീപനം സ്വീകരിച്ചു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചത്. അത് പറഞ്ഞ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, ലെഫ്റ്റ് ഇതിനെ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്തില്ല എന്നുള്ളതും അല്ല വേറെ കാര്യം ചെയ്യട്ടെ. അതിൽ നിന്ന് ഗെയിൻ ചെയ്യാനുള്ള ലീഗും അതിൽ നിന്ന് ഗെയിൻ ചെയ്യാനുള്ള ഒരു സമീപനം സ്വീകരിച്ചു എന്നുള്ളതൊക്കെ അതിനൊരു ഫാക്ടറാണ്. അപ്പൊ കേരളത്തിലെ മുസ്ലിം ലീഗ് അവര് മാറി. മുസ്ലിമിന്റെ ക്യാരക്ടർ ഡെഫിനറ്റ്ലി ചേഞ്ച് ചെയ്തു. ഒരു 60% ചേഞ്ച് ചെയ്തു എന്ന് പറയാൻ നമുക്ക്. എങ്ങനെ ചേഞ്ച് ചെയ്തു? 1% അവർക്ക് ഒരു വോയിസ് ഇല്ല. എങ്ങനെ ചേഞ്ച് ചെയ്തു? സാർ, ഇത് നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞൊരു ചാറ്റിൽ പറഞ്ഞ അതിന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതില് സാർ പറഞ്ഞു പിന്നെ ലെഫ്റ്റ് ഈ സംഭവത്തെ നല്ല രീതിക്ക് അഡ്രസ് ചെയ്യാൻ പറ്റിയില്ല ലെഫ്റ്റിന്. സാർ സ്ത്രീകളുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നേരത്തെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ ലെഫ്റ്റ് പറയാറുണ്ട്, ഇപ്പൊ അത് പറയുന്നില്ല എന്നുള്ളത്. അപ്പം ആ രീതിക്ക് തന്നെ നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് ഒരു മുസ്ലിം ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു സംഭവം ഉണ്ട്. ഇപ്പം ഒരു ലെഫ്റ്റ് പെർസ്പെക്റ്റീവിൽ തന്നെ നമുക്കത് പറയുകയാണെങ്കിൽ കാൾ മാർക്സ് സത്യത്തിൽ ഓൺ ദ മുസ്ലിം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു, ഓൺ ദ ജൂയിഷ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് കാൾ മാർക്സിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അത് മറ്റൊരു ചിന്തകൻ എഴുതിയ ഒരു ആർട്ടിക്കിളിനുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് കാൾ മാർക്സ് അത് എഴുതിയിട്ടുള്ളത്. ജൂസ് ഭയങ്കരമായിട്ട് വേട്ടയാടപ്പെടുന്ന ഒരു സമയത്ത് അദ്ദേഹം ജൂസ് അവരുടെ മതസ്വത്വം ഉപേക്ഷിച്ചുകൊണ്ട് വേണം ഇതിനെ നേരിടാൻ, ഇതിൽ നിന്നും ഒരു മോചനം നേടാൻ എന്നുള്ളൊരു പോയിന്റാണ് അദ്ദേഹം എഴുതിയത്. എന്നാൽ അതേസമയം കാൾ മാർക്സ് അതേക്കുറിച്ച് റിപ്ലൈ ചെയ്തപ്പം പറഞ്ഞത് ജ്യൂസ് മതസ്വത്വം ഉപേക്ഷിക്കേണ്ടതില്ല എന്ന പോയിന്റിലാണ്. അപ്പൊ എല്ലാവരും ഞെട്ടാണ്. കാരണം കാൾ മാർക്സ് പൊതുവെ മതത്തിനൊക്കെ എതിരാണ്, മതസ്വത്വം ഉപേക്ഷിച്ച് വരണം എന്നൊരു പോയിന്റിൽ പറയുന്ന ഒരു ചിന്തകനായിരുന്നല്ലോ. അപ്പൊ അത്തരത്തിലാണ് മാർക്സിന്റെ ഒരു സമീപനം ഉണ്ടാവുക എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷെ മാർക്സിന്റെ വ്യൂ വന്നത് മതസ്വത്വം ജ്യൂസ് ഉപേക്ഷിക്കേണ്ടതില്ല, ഇത് വരുന്നത് ഒരു ഭരണവർഗത്തിന്റെ മറ്റു താല്പര്യങ്ങളാണ്, അതുകൊണ്ട് മതസ്വത്വം ഉപേക്ഷിക്കാതെ തന്നെ ജ്യൂസിന് ചെയ്യാൻ പറ്റുന്നതാണ്. മാർക്സ് ഒരു പക്ഷേ ഇന്ന് ഇന്ത്യയിലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഓൺ ദ മുസ്ലിം ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു ആർട്ടിക്കിൾ ഒരു പക്ഷേ എഴുതിയാണ്. അപ്പൊ മുസ്ലിം ക്വസ്റ്റ്യൻ എന്നുള്ളത് ഇന്നത്തെ ഇന്ത്യയിൽ വലിയൊരു സംഗതി തന്നെയാണ്. അതിനെ ലെഫ്റ്റ് പക്ഷേ എങ്ങനെയാണ് അഡ്രസ് ചെയ്തത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ലെഫ്റ്റ് ഇതിനെ പ്രോപ്പർ ആയിട്ട് അഡ്രസ് ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാണ് UDF അതിന്റെ ഗെയിൻ എടുക്കാൻ പറ്റുന്നതും ലെഫ്റ്റ് അതിന്റെ നഷ്ടം വഹിക്കേണ്ടി വരുന്നത്. ഞാനപ്പോ അടുത്തൊരു ചോദ്യം ചെയ്യാം. കാരണം നേരത്തെ തുഫേൽ എന്നോട് പറഞ്ഞു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറ്റിയും, അതായത് റാഡിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞ പൊതുസമൂഹം ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് കൂടി വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെയും കൂടി ഒരു റിഫ്ലക്ഷനാണ് ലെഫ്റ്റിനെതിരെ. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഈ ഹമാസിനെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്തത്, ഹമാസിന്റെ പേരെടുത്ത് വെച്ച് സപ്പോർട്ട് ചെയ്തത് CPMന്റെ സ്വരാജാണ്. എൻ്റെ ചോദ്യം വളരെ പ്രിസൈസാണ്. സ്വരാജ് പബ്ലിക്കായിട്ട് ഈ പറയുന്ന ഹമാസിന്റെ പേരെടുത്ത് അവരാ ചെയ്തതിനെ ജസ്റ്റിഫൈ ചെയ്തു. അതിനേക്കാളും വലിയ പൊളിറ്റിക്കൽ ഇസ്ലാം സപ്പോർട്ട് ലോകത്താരാ കേരളത്തിൽ ചെയ്ത്? എന്റെ ചോദ്യം കൃത്യമാണ്. അതേസമയം ശശി തരൂർ ഒരു മിനിറ്റ് അതാ എന്റെ ചോദ്യം വരുന്നത്. അതിന്റെ കൗണ്ടർ, ശശി തരൂർ ഇരിക്കുന്ന സ്റ്റേജിൽ വെച്ച് ഹമാസിനെ ജസ്റ്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശശി തരൂർ പറഞ്ഞു ഹമാസ് ഭീകര സംഘടനയാണ്, നമ്മൾ പറയുന്നത് പാലസ്തീനാണ്. അതിൽ MK മുനീർ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ഇല്ല ഹമാസ് ഭീകര സംഘടന. മുസ്ലിം ലീഗ് അത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. കേക്ക് എന്നിട്ട് പോലും ഞാൻ പറയുന്നു, എന്നിട്ട് പിന്നെങ്ങനെയാണ് ഇവർക്ക് കോൺഗ്രസിന്റെ സപ്പോർട്ട് കിട്ടുന്നത്? എന്റെ ചോദ്യമായത്. അതെ, അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ലെഫ്റ്റ് ഇതിലെടുക്കുന്ന സമീപനങ്ങളുടെ അല്ല, നീ ചിന്തിച്ചത് അല്ല, അങ്ങനല്ല. എന്താ ഇത് റീസൺ? അല്ല, ഇതിന്റെ ചോദ്യമുണ്ട്. ഈ പറയുന്ന ഈ സ്വരാജ് ഈ പറഞ്ഞതും, കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും ഭീകര ഇസ്ലാമിനെയും സപ്പോർട്ട് ചെയ്യുകയാണ് ഈ പറയുന്ന സ്വരാജ് ചെയ്തിരിക്കുന്നത്. അവിടെ കോൺഗ്രസിന്റെ നേതാവ് ശശി തരൂർ പ്രോപ്പറാണ് പറഞ്ഞത്, ഹമാസ് ടെററാണ്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പാലസ്തീനാണ്. എന്താണ് ഈ ഇഷ്യൂ എന്ന് പറയുന്നത്? അപ്പൊ ഏത് രീതിയിലാണ് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി തിങ്ക് ചെയ്യുന്നത്? അതപ്പം UDF മുസ്ലിം ലീഗ് ഏത് ഭാഷയിലാവോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിം സ്വത്വ രാഷ്ട്രീയം, അതായത് മുസ്ലിം ലീഗ് ഒരു സ്വത്വ രാഷ്ട്രീയത്തിന്റെ ഇതിലേക്ക് മാറിക്കഴിഞ്ഞു. മുസ്ലിം ലീഗ് നേരത്തെ
സ്വത്ത് രാഷ്ട്രീയം. അപ്പൊ അതൊരു ഭയങ്കര പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ് സർ. ഇപ്പൊ നമുക്കറിയാൻ പറ്റും മുസ്ലിം ലീഗിന്റെ സ്ലോഗൻ എന്ന് പറയുന്നത് അവരുടെ ഫൗണ്ടിങ് സമയത്ത് ഓണറബിൾ എക്സിസ്റ്റൻസ് എന്നാണ്. ഓണറബിൾ എക്സിസ്റ്റൻസിന്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ നമ്മൾ ആലോചിക്കണം, എനിക്ക് പെട്ടുന്ന അഭിമാനകരമായ നിലനിൽപ്പ് എന്നാണ്. എക്സിസ്റ്റൻസിന് നിലനിൽപ്പ് എന്നുള്ളതിന്റെ അർത്ഥം. പക്ഷെ ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ കുട്ടികള് എനിക്കൊന്നും ഞാൻ എപ്പോഴും പറയാറുണ്ട്, മുസ്ലിം ലീഗ് പെൺകുട്ടികളിലൂടെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു ഇൻഫിൽട്രേഷൻ മുസ്ലിം ലീഗിലേക്ക് വന്നത് എന്നുള്ളത്. അപ്പം അവരുടെ ഭാഗത്തു നിന്നാണ് ആദ്യമായിട്ട് ഇത്തരം സ്ലോഗൻസ് ഒക്കെ അവരാ ഇതിൽ മുസ്ലിം ലീഗിൽ പുതിയൊരു യങ് ജനറേഷനിൽ മുസ്ലിം ലീഗിൽ CH മുഹമ്മദ് കോയയൊക്കെ ഭയങ്കരമായിട്ട് ഇൻവോക്ക് ചെയ്തിട്ട് മുസ്ലിമിന്റെ ഒരു ഹിസ്റ്ററി ഭയങ്കരമായിട്ട് ഇൻവോക്ക് ചെയ്തുകൊണ്ട് വന്നതൊക്കെ. അപ്പൊ അവരാണ് ഈ സ്ലോഗനും വീണ്ടും രണ്ടാമത് ഇൻവോക്ക് ചെയ്ത് പോപ്പുലറൈസ് ചെയ്തത്. അപ്പൊ അവർ കൊടുത്തൊരു ട്രാൻസ്ലേഷൻ, ആ ട്രാൻസ്ലേഷനാണ് പിന്നീട് ലീഗിന്റെ സംബന്ധിതരായ നേതാക്കളും ഫോളോ ചെയ്യുന്നത്. അവർ അതിന് കൊടുത്ത ട്രാൻസ്ലേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അഭിമാനകരമായ അസ്തിത്വം എന്നാണ്. അസ്തിത്വം എന്ന് വെച്ചാൽ ഐഡന്റിറ്റിയാണ്. ഓണറബിൾ എക്സിസ്റ്റൻസ് എന്നുള്ളത് നിലനിൽപ്പ് എന്ന് പറയുന്നതിന് പകരം ഓണറബിൾ അഭിമാനകര ഐഡന്റിറ്റി എന്ന ലെവലിലേക്ക് അതിനെ ട്രാൻസ്ലേഷനിൽ തന്നെ കൊണ്ടുപോകും. അപ്പൊ എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിനെ സ്വത്ത് രാഷ്ട്രീയത്തിലേക്ക്, ഐഡന്റിറ്റി പൊളിറ്റിക്സിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇൻഫിൽട്രേഷൻ അതിൽ വന്നതോടുകൂടി വലിയൊരു പ്രൊജക്ട് അതിൽ വന്നിട്ടുണ്ട്. അത് ലീഗ് അറിഞ്ഞോ അറിയാതെയോ അതിനെ അബ്സോർബ് ചെയ്തു. അപ്പൊ ആ ഒരു സംഗതി, അപ്പൊ മുസ്ലിം സ്വത്ത് രാഷ്ട്രീയം കേരളത്തിൽ ഭയങ്കര വ്യാപകമായിട്ട് വർദ്ധിക്കുകയാണ്. അപ്പൊ ഈ സ്വത്ത് രാഷ്ട്രീയത്തെ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യാൻ CPM കഴിഞ്ഞില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ CPM അതല്ല, അപ്പൊ ചോദ്യം എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത്? പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ? എങ്ങനെ അഡ്രസ് ചെയ്യണം? അതായത് ഹമാസിന്റെ പിന്തുണക്കാരെന്ന് പ്രകടനം നടത്തണോ? എങ്ങനെയാണ് അഡ്രസ് ചെയ്യണ്ടേ? CPM ശ്രമിച്ചിട്ടുള്ളത് എങ്ങനെയാണോ സ്വത്ത് രാഷ്ട്രീയം ഈ മുസ്ലിം ക്വസ്റ്റ്യനെ അഡ്രസ് ചെയ്യുന്നത്. മുസ്ലിം ക്വസ്റ്റ്യൻ എന്നൊരു ക്വസ്റ്റ്യൻ ഇന്ത്യയിലുണ്ട്. കാരണം ന്യൂനപക്ഷങ്ങൾക്കെതിരെ BJP ഒരു സ്റ്റാൻഡ് എടുക്കുന്നു, അവർക്ക് ഒറ്റ BJP മുസ്ലിം MP പോലും ഇല്ല, മുസ്ലിങ്ങൾക്കെതിരെ വേട്ടയാടൽ വർദ്ധിക്കുന്നു എന്നൊക്കെയുള്ള നരേറ്റീവിന് ഗ്ലോബലിയും അങ്ങനെ ഒരു സംഭവം ഒക്കെ ഉള്ളത് കൊണ്ട് ഇന്ത്യയിലും അതിനോട് ചേർന്നുകൊണ്ട് അത്തരത്തിലൊരു മുസ്ലിം ക്വസ്റ്റ്യൻ ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇതിനെ ഒരു സെക്കുലർ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കൗണ്ടർ ചെയ്യണോ, അല്ലെങ്കിൽ സ്വത്ത് രാഷ്ട്രീയത്തിന്റെ കെണിയിൽ വീണുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കൗണ്ടർ ചെയ്യാമോ എന്നുള്ളതാണ് ലെഫ്റ്റിന്റെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ. ലെഫ്റ്റ് അതിനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ സ്വത്തുവാദികളുടെ അതേ ഭാഷയിൽ ഇതിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിച്ചു, അവരോടൊപ്പം ചേർന്നു. അപ്പൊ സാറ് കണ്ടാൽ അറിയാൻ പറ്റും. സ്വരാജിന്റെ എക്സാമ്പിൾ സാറ് പറഞ്ഞു. സ്വരാജ് ഈ വിഷയത്തിൽ ഹമാസിന്റെ കൂടെ സാറ് പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നിലമ്പൂർ ഇലക്ഷന് തെരഞ്ഞെടുപ്പിന് മുമ്പായിക്കൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ വന്ന സമയത്ത് അദ്ദേഹം യുദ്ധത്തിനെതിരിലുള്ള ഒരു നിലപാടെടുത്തു. അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിക്ക് അദ്ദേഹം എടുക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. പക്ഷെ അത് എടുത്തത് ഇവിടുത്തെ സ്വത്തുവാദികൾ ഉയർത്തുന്ന അതേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടായതുകൊണ്ട് തന്നെ അത് സ്വത്ത് രാഷ്ട്രീയത്തെ ബലപ്പെടുത്തുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ ഒരു കൗണ്ടർ റിയാക്ഷൻ അതേ സമയത്ത് ഉണ്ടായത്. ആ സമയത്ത് ഒന്നും കൂടെ നോക്കുക, അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് പോലും അദ്ദേഹം യുദ്ധത്തിനൊക്കെ എതിരാണ്, ഇത്തരത്തിലുള്ള വർഗീയ ചേരിതിരിവുകൾക്കെതിരാണ്, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് നിൽക്കുന്നതാണ് എന്ന് അറിഞ്ഞ് സ്റ്റാൻഡ് എടുത്തിട്ട് പോലും അദ്ദേഹത്തെ മുസ്ലിം സ്വത്തുവാദിനെ വിളിച്ച് അദ്ദേഹം വർഗീയവാദിയാണ്, അദ്ദേഹം വെറുതെ ഹിന്ദുത്വയുടെ ആളാണ് എന്ന് പറഞ്ഞു. അപ്പം ലെഫ്റ്റ് സ്വത്വവാദത്തിന്റെ ഭാഷയിൽ ഇതിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിച്ചാൽ അത് ലെഫ്റ്റിന് ഗുണം ചെയ്യുന്നില്ല, മറിച്ച് അതിനെ അബ്സോർബ് ചെയ്യുന്ന മുസ്ലിം ലീഗിനെ താങ്ങുന്ന കോൺഗ്രസിനുമാണ് ഗുണം ചെയ്യുന്നത് എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഇതാണ് ലെഫ്റ്റ് കാണാതെ പോയിട്ടുള്ളത്. ലെഫ്റ്റ് എങ്ങനെ നിൽക്കണം? സ്റ്റാൻഡ് എങ്ങനെ ആയിരിക്കണം അവരുടെ? ലെഫ്റ്റിന്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലെഫ്റ്റ് ഒരു മുസ്ലിം ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് ലെഫ്റ്റിന് അതിനെ ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല. കാരണം ജൂയിഷ് ക്വസ്റ്റ്യൻ മാർക്സ് എങ്ങനെ അഡ്രസ് ചെയ്തോ അതുപോലെ മുസ്ലിം ക്വസ്റ്റ്യൻ ലെഫ്റ്റിന് അഡ്രസ് ചെയ്ത് അത് അവർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. മുസ്ലിം മാനേജ്മെന്റ് പത്രങ്ങളിൽ ലെഫ്റ്റ് പരസ്യം കൊടുക്കുന്നു. CAA NRCയിൽ ഇടതുപക്ഷമാണ് സംരക്ഷകരാവുക എന്ന് പറയുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോലും ഈ ഒരു ആഖ്യാനത്തിലേക്ക് വരുന്നു. നിലമ്പൂർ ബൈ ഇലക്ഷനിൽ നോക്കിക്കഴിഞ്ഞാലും സ്വരാജിന്റെ സ്റ്റേറ്റ്മെന്റ്, മുഖ്യമന്ത്രി അവിടെ പോയ സമയത്ത് ഈ പറഞ്ഞ പോലെ വാര്യംകുന്നനെ ഇൻവോക്ക് ചെയ്യുന്നു. വാര്യംകുന്നനൊക്കെ ചരിത്രത്തിൽ വാര്യംകുന്നൻ ഒന്നുണ്ട്, പക്ഷെ വാര്യംകുന്നൻ പുതിയ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും സ്വത്ത് രാഷ്ട്രീയക്കാരാണ്. അവരുടെ ഒരു ടൂളായിട്ട് മാറി. അപ്പൊ മുഖ്യമന്ത്രി അവിടെ വേറൊരു കോണ്ടെക്സ്റ്റിൽ അത് പറഞ്ഞാൽ പോലും അത് സ്വത്ത് രാഷ്ട്രീയത്തെ ബലപ്പെടുത്തുന്ന രീതിയിലാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വത്ത് രാഷ്ട്രീയത്തിന് ലെഫ്റ്റ് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുമ്പോൾ തന്നെ സ്വത്ത് രാഷ്ട്രീയത്തിന് ഗുണകരമാവുന്ന രീതിയിലായി പോയി ലെഫ്റ്റിന്റെ ചില ഭാഷകൾ. ആ ഭാഷയെ ലെഫ്റ്റ് തിരുത്താത്തിടത്തോളം കാലം അതിന്റെ ഗുണം പിൻപറ്റുന്നത് സ്വാഭാവികമായിട്ടും ആരായിരിക്കും? UDF-ഉം മുസ്ലിം ലീഗ് ആയിരിക്കും. സ്വത്ത് രാഷ്ട്രീയത്തെ സ്വാംശീകരിച്ച മുസ്ലിം ലീഗും അതിനെ പിന്താങ്ങുന്ന കോൺഗ്രസും VD സതീശനുമായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ചോദിക്കാം.
സോ അപ്പൊ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ വളരെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ, സ്റ്റേറ്റ്മെന്റ്, അതേപോലെ അതിനുശേഷം മുഖ്യമന്ത്രിയുടെ കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, ഇതൊന്നും കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയും വോട്ടിനെ ഒന്നും ബാധിച്ചില്ലെന്നാണോ നീ പറയുന്നത്? അതൊരു വെറും പെരിഫറൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു പ്രായമുള്ള ഒരാളെ മുസ്ലിം ലീഗ് പിന്നെ മുഖ്യമന്ത്രി അവിടെ ഇരിക്കും, കാറിൽ കയറി പോയെന്ന് വെച്ചിട്ട് ആർക്ക് എന്താ നഷ്ടമുള്ളത് കൊണ്ട് കാറിൽ അല്ല, ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന് CPM-ന്റെ നേതാക്കള് പല സ്റ്റേജിലും, അതായത് ഇതേപോലെ ഹെയ്റ്റ് സ്പീച്ച് നടത്തുമ്പോഴും അയാൾക്ക് അനുകൂലമായിട്ട് പ്രസംഗിക്കുക. അയാൾ പറഞ്ഞ് തെറ്റാണെന്ന് പറയുന്നില്ല. അതൊന്നും ഇഷ്യൂ. അതിനൊരു ആംഗിൾ ഉണ്ട് സർ. അതായത് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി എന്നുള്ളത് പറയാൻ വേണ്ടി പറയുന്നതാണ്. അതായത് അതിന്റെ ബിനിത്ത്, അതിന് താഴെ ഒരുപാട് സംഗതികളുണ്ട്. അത് അവർക്ക് അതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് അതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല പബ്ലിക്കിൽ. പിന്നെ അത് വർഗീയമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അവരുടെ സ്വത്ത് രാഷ്ട്രീയം എക്സ്പോസ്ഡ് ആയി പോവാം. അപ്പൊ അതുകൊണ്ട് അത് പറയാതെ ഇതൊരു കാരണമായിട്ട് കാണിക്കുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ ആ ഒരു കാറിൽ കയറ്റി എന്നൊരു സംഭവത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് പറയുന്ന ആളുകൾക്കും അറിയാം അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ അവർ മറ്റൊരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് മാത്രം അതിന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ ലെഫ്റ്റ് അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ ഉണ്ടാവുന്ന വർഗീയ ചുവകളെ ലെഫ്റ്റ് തള്ളി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നതിൽ ചില ക്ലാസ് ആംഗിളുകളുണ്ട്. വെള്ളാപ്പള്ളി ഒരു പിന്നാക്ക സമുദായത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്, ലീഡറാണ്. അപ്പൊ അദ്ദേഹം എന്റെ സമുദായത്തിന് വേണ്ടത് കിട്ടിയില്ല, ലീഗ് അധികാരത്തിലുള്ളപ്പോൾ നമുക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന സംഗതി പോലും തന്നില്ല. മലപ്പുറത്ത് മുസ്ലിം മെജോറിറ്റിയുടെ സ്ഥലത്ത് SNDPക്ക് ഒരു മാനേജ്മെന്റ് കോളേജുകൾ പോലും കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന പിന്നാക്ക രാഷ്ട്രീയത്തില് പല സമുദായങ്ങൾ അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നില്ല. അത് CH മുഹമ്മദ് കോയ തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എന്റെ സമുദായത്തിന്റെ ഒരു അണുമണി തൂക്കം പോലും ഞാൻ വിട്ടുകൊടുക്കില്ല, എന്നാൽ മറ്റൊരു സമുദായത്തിന്റെ ഒരു അണുമണി തൂക്കം പോലും ഞാൻ വിട്ടു നൽകില്ല. അപ്പൊ ആ ഒരു രീതിക്ക് ചിന്തിച്ചാൽ CH പറഞ്ഞത് വലിയ വർഗീയ പ്രസ്താവനയല്ലേ? അപ്പൊ അതൊരു സാമുദായിക ഡെമോക്രസിയിൽ പല സമുദായങ്ങൾ അവരുടെ അവകാശങ്ങൾ ബാർഗൈൻ ചെയ്തെടുക്കുന്ന ഒരു രീതിയിൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന കാണാനുള്ളൂ. അദ്ദേഹം ഒരു പിന്നാക്ക സമുദായത്തിന്റെ ലീഡറാണ് എന്നുള്ളത് തന്നെ അതിലൊരു ക്ലാസ് ആംഗിളും കൂടിയുണ്ട്. അപ്പൊ ലെഫ്റ്റിന് ആ സംഗതി ഒരിക്കലും തള്ളി പറയാൻ കഴിയില്ല വെള്ളാപ്പള്ളിയെ പറയുന്നതിനെ. ഈവൻ രാഹുൽ ഗാന്ധിക്ക് പോലും അത് തള്ളി പറയാൻ പറ്റില്ല. കാരണം രാഹുൽ ഗാന്ധി ഒരു പിന്നാക്ക രാഷ്ട്രീയം, OBC രാഷ്ട്രീയം പറയുന്നതാണ്. പക്ഷെ അതൊരു പൊളിറ്റിക്കൽ ഇസ്ലാം അവരുടെ പല രീതിയിലുള്ള സ്വത്ത് രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അതിനൊരു എക്സ്പ്രഷനും ലാംഗ്വേജും കൊടുക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി ഇഷ്യൂവിനെ എടുക്കുന്നു എന്നുള്ളത്. അപ്പൊ അതാണ് VD സതീശന്റെ അവിടുത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോ തന്നെ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിനെ അബ്സോർബ് ചെയ്യുന്ന രീതിയിലാണ്. അത് ലീഗിന് വേണ്ടി VD സതീശൻ എടുക്കുന്ന ഒരു നിലപാടായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് എന്താ കൺസൾട്ടേഷൻ അവരിലേക്ക് വരുന്ന രീതിയിലാവും. നമുക്ക് ഈ ഒരു സെഷൻ ഒരു ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഈ മുസ്ലിം ലീഗും SDPയും ജമാഅത്ത് ഇസ്ലാമി ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? മുസ്ലിം ലീഗ് നേരത്തെ ഒരു സാമുദായിക സംഘടന എന്ന രീതിയിലാവുന്നത്. മുസ്ലിം ലീഗിനെ ആരും ഒരു വർഗീയമായിട്ട് കണ്ടിട്ടില്ല. ഫോർ എക്സാമ്പിൾ, മുസ്ലിം ലീഗ് നേരത്തെയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമ്പോൾ നിസ്കരിക്കാത്ത ആളാണ്, നിസ്കരിക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന രീതിയിൽ പറയും. അപ്പൊ അത് ഒരു മുസ്ലിം ആണെങ്കിൽ പോലും അപ്പൊ അതിലും പോലും ഒരു വർഗീയത കാണേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അതിപ്പോ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ തന്റെ സ്ഥാനാർത്ഥി തന്നെ നിസ്കരിക്കാത്ത ഒരാളാണെങ്കിൽ വോട്ട് ചെയ്യേണ്ടെന്ന് CPM പറയും. അതെന്താ വെച്ചാൽ അത് പുള്ളിയുടെ ഒരു എന്താ പറയാ, പുള്ളിയുടെ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് പറയുന്നതാണ്. അതൊരു വർഗീയ ലാഞ്ചന അതിലില്ല, ഒരു ചെറിയൊരു അംശം ഇല്ല എന്നല്ല പറയുന്നത്. എന്തെങ്കിൽ പോലും അത് ഈ പറയുന്ന സ്വത്ത് രാഷ്ട്രീയത്തിന്റെയോ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയോ പോലും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല. അപ്പൊ ഒരു ഡെമോക്രസിയിൽ ഇപ്പൊ നമ്മൾ സ്കാൻഡിനേവിയൻ കൺട്രീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ മൈനോറിറ്റി ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു ഡെമോക്രസിയിൽ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു സാമുദായിക പാർട്ടി എന്ന രീതിയിൽ മുസ്ലിം ലീഗ് നിലനിൽക്കുന്നതോ അതിന്റെ ഒരു റെലവൻസിനെ കുറിച്ച് നമുക്ക് ആരും തള്ളി പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ അതൊരു നേർത്ത ലൈനാണ്. അത് ഐഡന്റിറ്റി പൊളിറ്റിക്സിലേക്കും വർഗീയ രാഷ്ട്രീയത്തിലേക്കും ഒക്കെ മാറുന്ന ഒരു നേർത്ത ലൈനാണ്. അത് ഇതുവരെ മുസ്ലിം ലീഗ് ക്രോസ് ചെയ്തിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മീഡിയ സ്വാധീനവും ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഇൻഫിൽട്രേഷൻ ഇതിലേക്ക് വന്നപ്പോഴാണ് അതിലൊരു ചേഞ്ച് വരുന്നത്. അപ്പൊ അതേപോലെ ആ ക്യാരക്ടർ ഒരു 60% മാറിക്കഴിഞ്ഞു. മുസ്ലിം അതൊരു 60% വീങ്ങിക്കഴിഞ്ഞു. ബാക്കിയുള്ള 40% ഒരു വോയിസ് ഇല്ല. അപ്പൊ ഈ 60% കൂടുതൽ വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് VD സതീശന്റെ ഒക്കെ ഒരു നിലപാട് വരുന്നത്. അപ്പൊ അത് UDF ഗുണകരമായിട്ട് വരുന്നു. അപ്പൊ അത് ഗുണകരമായിട്ട് അവർക്ക് എടുക്കാൻ പറ്റിയത് ലെഫ്റ്റ് ഈ ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സിന് നേരത്തെ മുൻകൂട്ടി കാണുകയോ അതിനെതിരുള്ള ഒരു പൊളിറ്റിക്കൽ പ്രൊജക്ട് ഉണ്ടാക്കിയെടുക്കാനോ ലെഫ്റ്റിന് കഴിഞ്ഞില്ല. മുസ്ലിം ക്വസ്റ്റ്യനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ഒരു സെക്യുലർ വോയിസ് ലെഫ്റ്റ് ഉണ്ടാക്കുന്നതിന് പകരം അതേ സ്വത്വവാദികളുടെ അതേ ഭാഷയിൽ അതിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് എന്തൊരു മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നില്ലേ നീ? എടാ, ലീഗും SDPയും പോപ്പുലർ ഈ പറയുന്ന ജമാഅത്തിനെ നമ്മൾ
വ്യത്യാസം എന്താണെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ജമാഅത്ത് ഇസ്ലാമി എന്തുവാ, SDP എന്തുവാണ് ഈ സംഭവം? ആർക്ക് വേണ്ടിയാണ് ഈ സാധനം? ഇവരുടെ നിലപാട് എന്തുവാ? അത് മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടിയായിട്ട് ഉണ്ടായിരുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമാണ്, മതരാഷ്ട്രവാദത്തിൽ. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ സ്ഥാപക സമയത്ത് ഞാൻ അറിഞ്ഞത് ലക്ഷദ്വീപിൽ മുസ്ലിം ലീഗ് വേണ്ട എന്നൊരു നിലപാടാണ് അതിന്റെ സ്ഥാപക നേതാക്കൾ എടുത്തത്. കാരണം ലക്ഷദ്വീപ് ഓൾറെഡി ഒരു മുസ്ലിം മെജോറിറ്റി പ്ലേസ് ആണ്. അപ്പൊ അവിടെ മുസ്ലിം ലീഗിന്റെ പ്രസക്തിയില്ല. ഒരു മുസ്ലിംസ് ന്യൂനപക്ഷമായിട്ട് ഇരിക്കുന്നിടത്താണ് ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഡെമോക്രസിയിൽ ഒരു 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 സാമുദായിക പാർട്ടി എന്ന രീതിയിൽ വേണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് അത് മാറി. അപ്പൊ അങ്ങനെ ഒരു നിലപാടാണ് മുസ്ലിം ലീഗ് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ മതരാഷ്ട്രവാദമാണ്, അത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അത് ഈ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ മൗദൂദി ആശയങ്ങളിൽ നിന്ന് വരുന്നതാണ്. അത് വഹാബി സംഭവങ്ങളുമായിട്ട് ഒരു പ്യൂരിറ്റൻ സംഭവമായിട്ട് ചേരുമ്പോഴാണ് പൊളിറ്റിക്കൽ ഇസ്ലാമും വഹാബി ഇതിന്റെ പ്യൂരിറ്റൻ സംഭവം കൂടെ മെർജ് ചെയ്ത് വരുമ്പോഴാണ്, ഇത് രണ്ടും കൂടെ ഡെഡ്ലി കോമ്പിനേഷനിൽ വരുമ്പോഴാണ് ടെററിസം പോലെയുള്ള സംഗതികൾ വരുന്നത്. അപ്പം അതിന്റെ ഒരു സംഭവത്തിലേക്കാണ് ഇത് വരുന്നത്. അപ്പൊ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം. അപ്പം SDP എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരു വർക്കിംഗ് ക്ലാസ് ഫോമാണെന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. ജമാഅത്ത് ഇസ്ലാമി അതിന്റെ ഒരു എലീറ്റ് ഫോമാണ്. അപ്പൊ ഇതിന് ഇതിവിടെ ഇൻജെക്ട് ചെയ്യുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വർക്കിംഗ് ക്ലാസ് ലെവലിൽ അതിനെ കുറച്ചുകൂടെ ഒരു എന്താ പറയാ, കുറച്ചുകൂടി ഒരു അഗ്രസീവ് ആയിട്ടുള്ള അക്രമവാസകമായിട്ടുള്ള ഒരു ഫോമിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സംഭവമാണ് SDP എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു വ്യത്യാസം നേരത്തെ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗാണ് ഇതിനൊക്കെ നേരത്തെ കൗണ്ടർ ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തില്. പക്ഷെ ഇപ്പൊ അത് മാറി. ഒരു 60% മുസ്ലിം ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെ SDP ക്യാരക്ടർ മുസ്ലിം ലീഗിലേക്ക് വരികയും ബാക്കി 40% സപ്രസ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. അപ്പൊ ആ സമയത്ത് കോൺഗ്രസ് അതിലൊരു നിലപാട് എടുക്കാൻ പറ്റുമായിരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഈ 40% മുസ്ലിം ലീഗിന് തന്നെ സപ്പോർട്ട്, മുസ്ലിം ലീഗിന് ഈ 40% എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം എന്നൊരു സമീപനമായിരുന്നു കോൺഗ്രസിന് എടുക്കായിരുന്നത്. പക്ഷെ പലപ്പോഴും പ്രതിപക്ഷ നേതാവിന്റെയൊക്കെ നിലപാട് വരുന്നത് ഈ 60% തന്നെ എങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ബാക്കി 40% കൂടെ വിഴുങ്ങിക്കൊണ്ട് ടോട്ടൽ മുസ്ലിം കൺസോൾട്ടേഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു സമീപനത്തിലേക്ക് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും മാറുകയും ചെയ്തു. എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലെഫ്റ്റ് അവിടെ നിസ്സഹാരായി നോക്കി നിൽക്കേണ്ടി വന്നു. കാരണം ലെഫ്റ്റിന് ഇതിനെ കൗണ്ടർ ചെയ്യാൻ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്ട് ഇല്ലാതെ പോയി. നേരത്തെ ഈ മുസ്ലിം ക്വസ്റ്റ്യനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ഇതേ സ്വത്വവാദികളുടെ ഭാഷ തന്നെ ഉപയോഗിച്ചു പോയി എന്നുള്ളതാണ് എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമി SDP എന്ന് പറഞ്ഞ് ഡെഡ്ലി കോമ്പിനേഷൻ ആണോ അല്ലയോ? തീർച്ചയായിട്ടും അത് ഡേഞ്ചർ ആണോ അല്ലയോ? തീർച്ചയായിട്ടും അത് വളരെ ഡേഞ്ചറാണ്. അത് കേരളത്തിൽ കംപ്ലീറ്റ് സെക്യുലർ ഫാബ്രിക്കിനെ, കേരളം ഇപ്പം നിലനിൽക്കുന്ന സോഷ്യൽ ഫാബ്രിക്കിനെ എല്ലാം നശിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. കേരളം വലിയ രീതിയിലൊരു വർഗീയവൽക്കരിക്കപ്പെടുന്നതിലേക്കുള്ള പടിയാണത്. ഓക്കെ, താങ്ക് യു. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.